മൈക്രോസോഫ്റ്റ് എക്സൽ ആരംഭിക്കാനുള്ള മാർഗദർശനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മുമ്പ് എക്സൽ ഉപയോഗിച്ചിട്ടുള്ളില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല, എങ്ങനെ അത് ഉപയോഗിക്കാൻ എളുപ്പമാക്കി കാണിക്കും. നമുക്ക് എക്സൽ തുറക്കാം. നിങ്ങൾക്ക് ഇത് ചില വഴികളിൽ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ഇടത് വശത്തുള്ള സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്ത് എക്സൽ ടൈപ്പ് ചെയ്യുക, പിന്നെ അത് തുറക്കാൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പ് ഷോർട്ട്കട്ട് ഉണ്ടെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിലെ സെർച്ച് ബാർ ഉപയോഗിച്ച് എക്സൽ കണ്ടെത്താനും അത് കാണപ്പെട്ടാൽ തുറക്കാൻ ക്ലിക്ക് ചെയ്യാനും കഴിയും. എക്സൽ തുറന്ന ശേഷം നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് വർക്ക്ബുക്ക് കൊണ്ട് ആരംഭിക്കണമെന്നോ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഉപയോഗിക്കണമെന്നോ തിരഞ്ഞെടുക്കാമെന്ന് പറയാം. ടെംപ്ലേറ്റുകൾ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്ത ഫോർമാറ്റുകൾ ആകുന്നു, ഉദാഹരണത്തിന് ഇൻവോയ്സുകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ. ഇപ്പോൾ ബ്ലാങ്ക് വർക്ക്ബുക്ക് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഷീറ്റ് കൊണ്ട് ആരംഭിക്കാം. ഇപ്പോൾ എക്സൽ ഇന്റർഫേസ് കാണാം. മുകളിൽ നിങ്ങൾ റിബൺ കാണും. ഇതാണ് എല്ലാ ഉപകരണങ്ങളും താപസേവകളായി ക്രമീകരിച്ചിരിക്കുന്നത്. ഹോം ടാബിൽ നിങ്ങൾക്ക് കോപ്പി, പേസ്റ്റ് എന്നിവ ബോൾഡ് പോലുള്ള അടിസ്ഥാന മാർഗങ്ങൾ കാണാൻ കഴിയും. റിബൺ മുകളിലേക്ക് ക്വിക്ക് ആക്സസ് ടൂൾബാർ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചേർക്കാൻ കഴിയും, ഉദാഹരണത്തിന് സേവ്, ഒപ്പം അൻഡോ. ഒരു വർക്ക്ബുക്ക് നിങ്ങളുടെ മുഴുവൻ എക്സൽ ഫയൽ ആണ്, ഒരു നോട്ട്ബുക്ക് പോലെ. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്സ് കാണാം, അവ നോട്ട്ബുക്കിലെ പേജുകൾ പോലെ. വർക്ക്ഷീറ്റ്സ് എന്നത് റോസ് കോളംസ് ചേർന്നതാണ്. അവ ഒന്നിച്ചു ചേരുന്ന സ്ഥാനത്താണ് സെൽ എന്ന് പറയുന്നത്. ഓരോ സെൽക്കും ഒരു വിലാസമുണ്ടാകും, ഉദാഹരണത്തിന് A1 അല്ലെങ്കിൽ B2. ഇവിടെ നിങ്ങൾക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാം. പുതിയ വർക്ക്ബുക്ക് സൃഷ്ടിക്കാൻ ഫയൽ ക്ലിക്ക് ചെയ്ത് ന്യൂ തിരഞ്ഞെടുക്കുക, പിന്നെ ബ്ലാങ്ക് വർക്ക്ബുക്ക് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജോലി സേവ് ചെയ്യാൻ ഓർമ്മിക്കുക. സേവ് ചെയ്യാൻ ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഫയൽ എവിടെയാ സേവ് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കുക. അത് പേരിടുക, പിന്നെ സേവ് ക്ലിക്ക് ചെയ്യുക. ജോലി ചെയ്യുന്നതിനിടെ ക്വിക്ക് ആക്സസ് ടൂൾബാറിലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ ചലിക്കാനായി മൗസ് ഉപയോഗിച്ച് ഒരു സെൽ ക്ലിക്ക് ചെയ്ത് അത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് സ്ക്രോൾ ബാർസ് ഉപയോഗിച്ച് സൈഡ് അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മൗസ് വീൽ ഉപയോഗിച്ച് മുകളിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കീബോർഡ് ഷോർട്ട്കട്ട്സ് ഉപയോഗിച്ച് ഷീറ്റിൽ വേഗത്തിൽ പോകാം. ആരോ കീസ് ഉപയോഗിച്ച് അടുത്ത സെൽസിലേക്ക് പോകാം. കൺട്രോൾ ഒറ്റയ്ക്കുള്ള ഒരു ആരോ കീ അമർത്തി വർക്ക്ഷീറ്റിന്റെ അറ്റത്തേക്ക് പോകാം. ത്രോ പ്ലസ് ഹംനെക്കുറിച്ച്, അത് നിങ്ങളുടെ വരിയുടെ ആരംഭത്തിലേക്ക് പോകുന്നു. ത്രോ പ്ലസ് എൻഡിലേക്ക്, അവസാനമായി ഉപയോഗിച്ച സെല്ലിലേക്ക് എത്തിക്കുന്നു. അനേകം സെൽസ് തിരഞ്ഞെടുക്കാൻ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ അമർത്തി ആരോ കീസ് ഉപയോഗിച്ച് സെൽസ് ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. വർക്ക്ഷീറ്റ് വളരെ വലിയതായിരിക്കുകയോ വളരെ ചെറുതായിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൂം ഉണ്ട്. സ്ക്രീനിന്റെ വലതുപുറത്ത് നിങ്ങൾക്ക് സൂം സ്ലൈഡർ കാണാം. അതിനെ വലത്തേക്ക് സ്ലൈഡ് ചെയ്ത് സൂം ഇൻ ചെയ്യുക, അല്ലെങ്കിൽ ഇടത്തേക്ക് സ്ലൈഡ് ചെയ്ത് സൂം ഔട്ട് ചെയ്യുക. ഇതിലൂടെ എല്ലാം വലിയതായിരിക്കും അല്ലെങ്കിൽ ചെറിയതായിരിക്കും. നിങ്ങൾക്ക് ഒരു സിംഗിൾ വർക്ക്ബുക്കിൽ അനേകം വർക്ക്ഷീറ്റ്സ് ഉണ്ടാക്കാം. അവിടയിലേക്ക് മാറാൻ ടാബ്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വർക്ക്ഷീറ്റ്സ് ഉണ്ടെങ്കിൽ ടാബ്സ് അടുത്തുള്ള ബാണുകൾ ഉപയോഗിച്ച് അവയെ സ്ക്രോൾ ചെയ്യാം. എക്സൽ ആരംഭിക്കാൻ ഇതെല്ലാം. ഇന്ന് ഞങ്ങൾ എക്സൽ എങ്ങനെ തുറക്കാമെന്ന്
പുതിയ വർക്ക് ബുക്ക് എങ്ങനെ സൃഷ്ടിക്കാമെന്ന്, വർക്ക്ഷീറ്റിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്ന്, എങ്ങനെ ചില സഹായകരമായ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാമെന്ന് കണ്ടു. കാണിച്ചതിന് നന്ദി.